സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള സമുദായത്തിന്റെ അടുക്കൽ അഥവാ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ച ഇത്രയും നീചന്മാരായ, ഇത്രയും മോശമായ കാര്യങ്ങൾ ചെയ്ത ഈ സമുദായത്തിന്റെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി പറഞ്ഞു വെച്ച കാര്യം എന്തായിരുന്നു? നിങ്ങൾ ഈ കള്ളുകുടി നിർത്തണമെന്നാണോ? അതല്ല എങ്കിൽ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നാണോ? നിങ്ങൾ പലിശ ഭക്ഷിക്കരുത് എന്നാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അടുക്കലേക്ക് പോയി ആദ്യമായി പറഞ്ഞ കാര്യം? നോക്കൂ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ചന്തകളിലും ആളുകൾ കൂടുന്ന പ്രദേശങ്ങളിലും പോയി പറഞ്ഞ കാര്യം എന്തായിരുന്നു? അവിടുന്ന് ഉയർന്ന പ്രദേശങ്ങളിൽ കയറിക്കൊണ്ട് പറയാറുണ്ടായിരുന്നു എന്നാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമുദായത്തിന്റെ അടുക്കലേക്ക് പോയി പറഞ്ഞ കാര്യം എന്താണ്? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നുറക്കെ പ്രഖ്യാപിക്കണം, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണെങ്കിൽ തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയിക്കാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി മക്കക്കാരോട് പറഞ്ഞ കാര്യം. ഇതാ ഇന്ന് ചില ആളുകൾ പറയുന്നതായി നമ്മൾ കേട്ടിട്ടില്ലേ? ഇതാ ചില ആളുകൾ പറയുകയാണ്, നിങ്ങൾക്ക് എപ്പോഴും തൗഹീദ് 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 ഇത് പറയാനാണോ നേരമുള്ളൂ? ഇവിടെ ഇന്ന കാര്യങ്ങൾ നടക്കുകയാണ്, ഇന്ന നാട്ടിൽ യുദ്ധം നടക്കുകയാണ്, ഇന്ന സാഹചര്യത്തിൽ ഇന്നതാണ് നടക്കുന്നത്, ആ സമയത്തും നിങ്ങൾ പറയുന്നത് തൗഹീദാണോ എന്ന് ചില വിഡ്ഢികൾ പറയുന്നതായി കാണാം. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ ഇമാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ എന്റെ മാർഗം മുറുകെ പിടിക്കണമെന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു. നോക്കൂ സഹോദരങ്ങളെ, സ്വഹാബത്തിൽ ചിലർ പറഞ്ഞില്ലേ റസൂൽ നമ്മളോട് ആദ്യം വിരോധിച്ചത് കള്ളായിരുന്നുവെങ്കിൽ, അതല്ല എങ്കിൽ വ്യഭിചാരമായിരുന്നുവെങ്കിൽ നമ്മളിൽ ഒരാൾക്കും മാറ്റമുണ്ടാകുമായിരുന്നില്ല, നമ്മൾ ഒരാളും മാറില്ലായിരുന്നു എന്നാണ് സ്വഹാബത്ത് പറയുന്നത്. ഇതിൽ മുങ്ങിക്കുളിച്ച ആളുകൾ, അവരുടെ വാക്കിനാണ് പ്രാധാന്യം. അവർ പറഞ്ഞ കാര്യമാണിത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഒന്നാമതായി പറഞ്ഞിരുന്ന കാര്യം ഇതായിരുന്നുവെങ്കിൽ നമ്മൾ ഒരാൾക്കും മാറ്റമുണ്ടായിരുന്നില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി പഠിപ്പിച്ചു കൊടുക്കുന്നത് തൗഹീദാണ്, ഈമാനിനെ കുറിച്ചാണ്. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നുകൂടിയപ്പോൾ പിന്നീട് നമുക്ക് ധാരാളം സമയം വേണ്ടി വന്നില്ല ഓരോ കാര്യങ്ങളും ഒഴിവാക്കാൻ. അറിയില്ലേ നമുക്ക് ചരിത്രം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ ആയത്തിറക്കുകയാണ്, നിങ്ങൾ മദ്യം ഉപേക്ഷിക്കണം, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്കിതാ വിരമിക്കാൻ സമയമായില്ലേ എന്ന ഒരൊറ്റ ആയത്ത് തൗഹീദ് അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ, ഒരൊറ്റ ആയത്ത് ഇറങ്ങിയപ്പോൾ ഇതാ സഹോദരങ്ങളെ, മദീനയിലൂടെ കള്ളിന്റെ പുഴ അതൊഴുകിയെന്നാണ്. കള്ളിന്റെ ഇതാ പാത്രങ്ങളും കൂജകളും അവർ ഇതാ പൊട്ടിച്ചു കളയുകയാണ്. അതാണ് തൗഹീദിന്റെ പ്രാധാന്യം പ്രിയപ്പെട്ടവരെ എന്നുള്ളതാണ്. രക്ഷിതാക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മക്കൾ നല്ല രൂപത്തിൽ ജീവിക്കുന്നില്ല എങ്കിൽ അവരെ കൊണ്ടുപോകേണ്ടത് മോട്ടിവേഷൻ സംസാരിക്കുന്ന ആളുകളുടെ അടുക്കലേക്കല്ല, അവർക്ക് ഏതൊരാൾക്കും എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമായ തൗഹീദ് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയെങ്കിൽ അവർക്ക് മാറ്റമുണ്ടാകും ഇൻഷാ അല്ലാഹ് എന്നുള്ളതാണ്. സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സമുദായത്തെ, ഈ രൂപത്തിൽ ഉണ്ടായിരുന്ന സമുദായത്തെ എത്രത്തോളം അവരുടെ വീട്ടിൽ ഏതെങ്കിലും നാൽക്കാലികൾ ഉണ്ടായിരുന്നുവെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ഇലകളോ മറ്റോ ഭക്ഷിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം അവർക്കിടയിൽ യുദ്ധമായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ. അങ്ങനെ ഉണ്ടായിരുന്ന സഹോദരങ്ങളെ, സമുദായത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ നേരത്ത് നോക്കുന്ന ഒരു രംഗമുണ്ട്. ആ ഒരു രംഗമുണ്ട്, സഹാബത്ത് എല്ലാവരും നിസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മുറിയിലുള്ള മറ നീക്കിക്കൊണ്ട് സഹാബത്തിനെ നോക്കി പുഞ്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ നോക്കി പുഞ്ചിരിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, റസൂലിന്റെ ആ പുഞ്ചിരിയുള്ള മുഖം കണ്ടപ്പോൾ നമ്മുടെ നിസ്കാരം അത് ബാത്തിലാകി പോകുമോ എന്ന് നമ്മൾ ഭയന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചരിത്രം നമുക്കറിയാം. സഹാബത്ത് റസൂലിനെ പള്ളിയിലേക്ക് കണ്ട് ധാരാളം ദിവസങ്ങളായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മറ നീക്കിക്കൊണ്ട് സഹാബത്തിനെ നോക്കി പുഞ്ചിരിക്കുകയാണ്. എന്തിനാണ് സഹോദരങ്ങളെ റസൂൽ ആ പുഞ്ചിരിച്ചത്? നമുക്കറിയാം, കറുത്തവനെന്നോ വെളുത്തവനെന്നോ
നീളമുള്ളവനോ നീളമില്ലാത്തവനോ വലിയവനെന്നോ ചെറിയവനോ എന്നില്ലാതെ ഒരു സഫിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്പരം പകയും വിദ്വേഷവും അങ്ങനെ വെച്ചു പുലർത്തി ജീവിച്ച ആളുകളെ ഒരു സഫിൽ കാലോട് കാല് ചേർത്ത് വെച്ചുകൊണ്ട് തോളോട് തോള് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സമുദായത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ ഉയർത്തി കൊണ്ടുവരികയാണ്. അള്ളാഹു അവരെ പറ്റി പറഞ്ഞ കാര്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്വഹാബത്തിനെ പറ്റി പറഞ്ഞ കാര്യം? റളിയല്ലാഹു അൻഹും വറളു അൻ. അള്ളാഹു അത് അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. എങ്ങനെയുള്ള ആളുകൾ? നമ്മൾ പറഞ്ഞു വെച്ച ജീവിതം നയിച്ച ആളുകൾ. സഹോദരങ്ങളെ, നമ്മളിൽ എത്ര തന്നെ തിന്മകൾ ഉണ്ടായാലും ശരി, എല്ലാ തിന്മകളും ചെയ്താലും ശരി, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നമ്മൾ ഒരിക്കൽ പോലും നിരാശരാകാൻ പാടില്ല. അള്ളാഹു പറഞ്ഞില്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ പ്രയോഗം നോക്കൂ. ആ പ്രയോഗം സ്വന്തത്തോട് തന്നെ ധാരാളം ആരാധനകൾ ചെയ്ത എന്റെ അടിമകൾ എന്നല്ല അള്ളാഹു ഉപയോഗിച്ചത്. സ്വന്തത്തോട് ധാരാളം തിന്മകൾ ചെയ്ത എന്റെ അടിമകൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് അള്ളാഹുവിന്റെ കാരുണ്യം, ഇതാണ് അള്ളാഹുവിന്റെ കാരുണ്യം. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ നിരാശരാകാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു നൽകുമെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടിമയാവുക, അള്ളാഹുവിന്റെ അടിമയാവുക. അതിലാണ് എല്ലാവിധ ഇസ്സത്തുമുള്ളത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അടിമ നമ്മളായിട്ടില്ല എങ്കിൽ പിന്നീട് നമ്മളായിത്തീരുക മറ്റ് ചിലതിന്റെ അടിമകളായിരിക്കും. ഒന്നില്ലെങ്കിൽ ലഹരിയുടെ അടിമകൾ, അതല്ല എങ്കിൽ സമൂഹത്തിന്റെ അടിമകൾ. ആളുകൾ നമ്മളെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇതാ ചില ആളുകൾ ഇസ്ലാമിന്റെ മദ്രസ പൊട്ടന്മാർ എന്നൊക്കെ അവർ നമ്മളെ പരിഹസിക്കുകയാണ്. എന്നിട്ട് ഇവൻ ആരുടെ അടിമയായി വളരുകയാണ്? സമൂഹത്തിന്റെ അടിമ. സമൂഹം ഇതാ ഇന്ന രൂപത്തിൽ നടന്നു കഴിഞ്ഞാൽ അവന്റെ കോലം പിന്നീട് സമൂഹത്തിന്റെ രൂപത്തിലായിരിക്കും. അതല്ല എങ്കിൽ ഇതാ ഇന്ന കുടുംബം ഇന്ന രൂപത്തിലാണ് നടക്കുന്നത് എങ്കിൽ അവൻ അതിന്റെ അടിമയായി മാറും. എന്നിട്ട് അവൻ നമ്മളെ നോക്കി പരിഹസിക്കുകയാണ്. ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള വിരലുകൾ സ്വന്തത്തിലേക്ക് തന്നെയാണ് എന്നുള്ള കാര്യം അവൻ മറക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ആലോചിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയായി കഴിഞ്ഞാൽ പിന്നീട് അവനെ മാത്രം ആരാധിച്ചാൽ മതി. ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അവനെ പോലെ യാതൊന്നും തന്നെയില്ല. അങ്ങനെയുള്ള ഒരു ഇലാഹിനെയാണ് മുസ്ലിമീങ്ങൾ ആരാധിക്കുന്നത്. എന്നാൽ നോക്കൂ പ്രിയപ്പെട്ടവരെ, മറ്റുള്ള ആളുകൾ ആരാധിക്കുന്നത് എന്തിനെയാണ്? അവനെ പോലെ നാടുകളിൽ നടക്കുന്ന ആളുകൾ, മനുഷ്യന്മാർ. അതല്ല എങ്കിൽ അവനേക്കാളും താഴെയുള്ള നാൽക്കാലികളെ, അങ്ങനെയുള്ള കാര്യങ്ങളെ ആരാധിക്കുന്ന ആളുകൾ. എന്നിട്ട് അവൻ നമ്മളെ നോക്കി പരിഹസിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നമ്മുടെ മുഖം അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്ത അവസ്ഥയുണ്ടായിട്ടില്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹു അത് നിലനിർത്തട്ടെ. നമ്മുടെ കരങ്ങൾ അള്ളാഹുലേക്കല്ലാതെ ഉയർന്നിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്തട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ ഇസ്സത്തോടുകൂടി ഒരു മുസ്ലിമിന് ജീവിക്കാൻ സാധിക്കും. അതിനാൽ നമ്മൾ തൗഹീദ് പഠിക്കുക, അത് പഠിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെല്ലാം നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നത് പറഞ്ഞതിന്റെ പേരിലാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ ചെയ്ത് മദീനയിൽ എത്തിയപ്പോൾ വീണ്ടും ആയത്തിറങ്ങുകയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വീണ്ടും ആയത്തിറങ്ങുകയാണ്, ഫഅലം, അല്ലയോ റസൂൽ അങ്ങ് അറിയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്ന ആയത്ത് വീണ്ടും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങുകയാണ്. ഇത് അറിയിച്ചു തരുന്ന കാര്യം എന്താണ്? മരണം വരെ നമ്മൾ തൗഹീദ് പഠിക്കുക എന്നതാണ്. ആവർത്തിച്ച് നമ്മൾ തൗഹീദ് പഠിക്കുക എന്നുള്ളതാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്ന വാക്കിന്റെ പൊരുൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ. അത് മാത്രമല്ല, അത് പഠിച്ചു കഴിഞ്ഞാൽ ആളുകളിലേക്ക് അത് എത്തിക്കുക, ആളുകളിലേക്ക് നമ്മൾ അത് എത്തിക്കുക. അത് എത്തിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, പിന്നീട് ഉണ്ടാകുന്ന സമുദായത്തെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയുള്ള സമൂഹമായിരിക്കും നമുക്കും ചുറ്റും ഉണ്ടാവുക? ഏറ്റവും നല്ല മനസ്സിനുടമകൾ. ഇതാ എങ്ങനെ ഉണ്ടായിരുന്ന ആളുകളെയാണോ അള്ളാഹുവിന്റെ ദീൻ മാറ്റിയത്, അതുപോലെ നമ്മുടെ സമുദായത്തെ നമ്മൾ മാറ്റണം. നമ്മുടെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക, അവസാനമായി ഇസ്ലാമിനെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുത്തത് ആർക്കാണ്? അതല്ല എങ്കിൽ മറ്റു പല വിഷയങ്ങളിൽ നമ്മൾ വ്യാപൃതരായിട്ടാണ് ഉള്ളത്. നമ്മൾ ചിന്തിക്കുക, അവസാനമായി ഇസ്ലാമിനെ പറ്റി നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തത് ഏത് കാലഘട്ടത്തിലാണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. എന്നിട്ട് നെഞ്ചത്ത് കൈവച്ച് പറയുക, എനിക്ക് തൗഹീദിനോട് സ്നേഹമുണ്ടോ? ആളുകൾ ഇസ്ലാമിലേക്ക് വരണമെന്ന നസീഹത്ത് എനിക്കുണ്ടോ എന്ന് സ്വന്തത്തോട് ചോദിക്കുക. ആരെയും കുറ്റപ്പെടുത്താനല്ല, നമ്മൾ ചോദിക്കണം പ്രിയപ്പെട്ടവരെ. കാരണം നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭയാനകത എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കറിയാം. ഓരോ ആളുകളും നടന്നു നീങ്ങുമ്പോൾ അവർ
അവരെ നോക്കി നമുക്ക് തോന്നണം അവർ നരകത്തിൽ പോകാൻ പാടില്ല, അള്ളാഹുവിന്റെ ദീനിലേക്ക് അവർ വരണം എന്ന നസീഹത്തിന്റെ ഭാഷയിൽ പരിഹസിക്കാതെ നല്ല രൂപത്തിൽ അവരെ നമ്മൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം, തൗഹീദ് പറഞ്ഞു കൊടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. اللهم إنا نسألك الجنة. اللهم إنا نسألك الجنة. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.